വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് ഗ്രാമപ്രിയ എന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി. 4800 രൂപയാണ് 1 ലക്ഷത്തിന് ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി പ്രീമിയം വളരെ കുറവായിരിക്കും. അതോടൊപ്പം ഹൈ ലെവലിലുള്ള ബോണസും കൊടുക്കണം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതലായിട്ട് നൽകാൻ കഴിയുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളില്ല. നമസ്കാരം. ഒരു 5000 രൂപ അടയ്ക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ബെനിഫിറ്റ്സ് ആണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും തട്ടിപ്പ് പദ്ധതിയെക്കുറിച്ചോ തട്ടിപ്പുകാരെ കുറിച്ചോ അല്ല. നമ്മുടെ തപാൽ വകുപ്പ് ഗ്രാമങ്ങളിലെ വിശേഷിച്ച സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗ്രാമപ്രിയ സ്കീം. ഇതൊരു പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ഇതിന്റെ ഭാഗമായി പ്രതിമാസം 5000 രൂപ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ 10 വർഷത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ബെനിഫിറ്റ്സ് ആണ് എന്നുള്ളതാണ്. ഇത് സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്ന് കരുതരുത്. ഗ്രാമങ്ങളിലെ പുരുഷന്മാർക്കും ഈ പദ്ധതിയിൽ അംഗമാവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും 20 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഇത് പദ്ധതിയിൽ അംഗമാവാം. ഇത് മാത്രമല്ല, ഇതുകൂടാതെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ നിരവധിയുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ? എൻ്റെ പേര് പ്രമോദ് കുമാർ, സീനിയർ പോസ്റ്റ് മാസ്റ്ററാണ് കാലിക്കറ്റ് ഹെഡ് പോസ്റ്റ് ഓഫീസിലെ. 1985 ആരംഭിച്ചതാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. 1985 റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആരംഭിച്ചു. അതിൽ 5ഓളം പോളിസികൾ ജനങ്ങൾക്കായിട്ട് ഉണ്ട്. ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്കീമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് ഗ്രാമപ്രിയ എന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി. 10 വർഷത്തേക്കുള്ള ഈ ഒരു പദ്ധതിയിൽ ജനങ്ങൾക്ക് മണി ബാക്ക് പോളിസി പോലത്തെ ഒരു സൗകര്യമുള്ള ഒരു പോളിസിയാണ് ഈ പോളിസി. ഈ ആദ്യത്തെ 4 വർഷം പൂർത്തിയാകുമ്പോൾ 20% റിട്ടേൺ ആയിട്ട് ലഭിക്കും. അതുപോലെ 7ാമത്തെ വർഷം 20%, പിന്നീട് 10ാമത്തെ വർഷം 60% ബോണസും ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഗ്രാമപ്രിയ. ഇതിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് പ്രീമിയത്തിൽ അടവ് കൃത്യമായി ചെന്നിട്ടില്ലെങ്കിലും അതിന്റെ ഡിഫോൾട്ട് ഇൻട്രസ്റ്റ്, പീനൽ ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേവ് ചെയ്ത് കൊടുക്കും എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. ഇത് ഗ്രാമീണ ജനതയ്ക്കുടെ ഉന്നമനത്തിനുള്ളത് ആയതുകൊണ്ട് റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഇതിൽ ചേരാനായിട്ടുള്ള അവസരം ഉള്ളത്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 4800 രൂപയാണ് 1 ലക്ഷത്തിന് ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. ഇത് ചേരാനുള്ള മിനിമം പ്രായം 20 വയസ്സാണ്. 45 വയസ്സ് വരെയുള്ള കാലയളവിലേക്ക് ആളുകൾക്ക് ചേരാം. ഇതിന് ലോണോ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാൻ, ഇടയ്ക്ക് വെച്ച് നിർത്താനോ ഉള്ള സൗകര്യം ഈ പോളിസിക്കകത്തില്ല. അതുപോലെ 10 വർഷത്തേക്കുള്ള ഏറ്റവും മിനിമം കാലാവധിക്കുള്ള പോളിസി കൂടിയാണ് ഇത്. കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളുകൾക്കും ഇതിനകത്ത് ചേരാൻ അർഹതയില്ല. ഇത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമുള്ളത് കൊണ്ട് അവർക്ക് മാത്രമാണ് ഈ ഒരു സ്കീമിൽ ചേരാൻ പറ്റുക. മാസം അടയ്ക്കേണ്ടത് 5000 രൂപ. ടോട്ടൽ എമൗണ്ട് 5000 രൂപ. നമ്മളിപ്പം സമ്മേഷയുടെ എത്രയാണോ അത് പ്ലസ് നമ്മൾ അതിന്റെ ബോണസ് 10 ലക്ഷം രൂപ വരെ ഉള്ളത്. അത് പക്ഷേ ടെർമിനൽ ബെനിഫിറ്റ് ആണ്. അതായത് 4 വർഷം പൂർത്തിയാകുമ്പോൾ 20% ടോട്ടൽ സം ഇഷ്യൂർഡിന്റെ 20% നമുക്ക് തിരികെ ലഭിക്കും. അതേപോലെ 7ാമത്തെ വർഷം 20% തിരികെ ലഭിക്കും. 10ാമത്തെ വർഷം 60% പ്ലസ് അതുവരെയുള്ള മുഴുവൻ ബോണസും കൂടി കിട്ടും. എത്ര വർഷം ബോണസ്? അത് 1 വർഷത്തേക്ക് 4800 രൂപ തോല്. 1 ലക്ഷത്തിന്. 1 ലക്ഷത്തിന്. അത് 10 ലക്ഷം ആണെങ്കിൽ 48,000 രൂപ വർഷം കിട്ടും. പ്ലാനുകൾ എൻഡോമെന്റ് പോളിസി എന്ന് പറയുന്ന വേറെ പോളിസി ഉണ്ട്. കൺവെർട്ടബിൾ എൻഡോമെന്റ്, ഹോൾ ലൈഫ്, ചിൽഡ്രൻസ് പോളിസി, അതിലും ഒരു മണി ബാക്ക് വേറെ ഉണ്ട്. AEA എന്ന് പറഞ്ഞത് ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് വേറെ ഇതേപോലെയുള്ള ഒരു സ്കീം അവിടെയുണ്ട്. സ്ത്രീകളാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ 1985 നടപ്പിലാക്കിയ ഒരു സ്കീമാണ്. നഗരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ സാധാരണഗതിയിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ റൂറൽ പോസ്റ്റൽ ലൈഫാണ്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഗവൺമെന്റ് ജീവനക്കാർക്ക് ഉള്ള ആനുകൂല്യങ്ങളുണ്ട്, അവർക്ക് ചേരാവുന്ന പദ്ധതികളുണ്ട്. അതോടൊപ്പം അതുപോലെ ഡിഗ്രി
സർട്ടിഫിക്കറ്റിൽ ഉള്ള ആളുകൾ, ഡിഗ്രിയിൽ പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചേരാം. അവിടെ ഈ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇല്ല. ഇതില്ലാത്ത ആളുകൾക്കാണ് റൂറൽ പോസ്റ്റൽ ലൈഫ് റിമോട്ട് ഏരിയയിൽ, അതായത് റൂറൽ ഏരിയയിൽ നടത്തുന്നത്. അവർക്കുള്ള സ്കീമുകൾ ഇത് PLI ഗവൺമെന്റ് എംപ്ലോയീസിന് നൽകപ്പെടുന്ന സ്കീം അവർക്ക് എലിജിബിലിറ്റി ഉണ്ട്. ആദ്യം ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരുന്നു, സെലക്ട് ചെയ്ത കുറെ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു എംപ്ലോയികൾക്ക്. ഇപ്പം ഡിഗ്രി മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ അവർ കൂടെ ചേരാൻ, ഇതേ ആനുകൂല്യത്തോടു കൂടി അവർക്ക് ചേരാൻ പറ്റും. അത് നമുക്ക് അതിന്റെ പ്രീമിയം എമൗണ്ടുകളിലൊക്കെ വ്യത്യാസം വരും. അത് എന്നാൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, ബെനിഫിറ്റ് ഉണ്ടാവും. ഇത് കുറെ കൂടെ പ്രീമിയം കുറവാണ് ഈ ഗ്രാമീണ ജനതയ്ക്ക്. അപ്പൊ നമുക്ക് കൂടുന്നുണ്ട്. അതും ഇതേപോലെ നമുക്ക് വാർഷിക ബോണസ്, ഇയർലി നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഉള്ള ബോണസ് ആനുപാതികമായിട്ട് എത്ര വർഷം കവർ ചെയ്തിട്ടുണ്ടോ അത് ആ ബോണസും പ്ലസ് സം അഷ്യൂർഡ് ആണ് കിട്ടുന്നത്. നമ്മുടെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം സ്കീമുകളെ കുറിച്ച് ഇല്ല. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ള ഇൻഷുറൻസ് പദ്ധതികളിലൊക്കെ ഏജന്റുമാരുണ്ട്. അവർക്ക് ബോണസ്, അത് ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഏജന്റുമാരെ വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റൽ ലൈഫിൽ നമുക്ക് ഏജൻസികളില്ല. അതുകൊണ്ട് നമ്മൾ ഈ കമ്മീഷൻ ബെനിഫിറ്റ് ഏജന്റുമാർക്ക് കൊടുക്കേണ്ടാത്തത് കൊണ്ട് ആ ബെനിഫിറ്റ് കൂടെ ഇതിൽ ചേരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കും എന്നുള്ളത് ആണ്. അതുപോലെ ഈ ഓഫീസിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ അവർക്ക് ചിലപ്പോൾ പക്ഷേ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാൻ അവിടെ പോസ്റ്റ് ഓഫീസിൽ വന്ന് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്. അതേപോലെ പോസ്റ്റ് ഓഫീസിൽ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചേർത്താനായിട്ട് എല്ലാ ജീവനക്കാരെയും നമ്മൾ ഈ PLI ചേർത്താനായിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസിലെ ഓരോ ജീവനക്കാരനും ഇത് ചേർത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയില്ല. കാരണം അവരൊക്കെ നമ്മൾ ഇതിലേക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ PLI വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ ജീവനക്കാരും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇത് എന്തെങ്കിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ പോസ്റ്റ് മാസ്റ്ററായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പോസ്റ്റ് ഓഫീസിൽ എത്ര പദ്ധതികളുണ്ട്? രണ്ട് വിഭാഗത്തിൽ, ഒന്ന് തൊഴിലില്ലാത്ത ആളുകൾക്കും ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും, അതേപോലെ സർക്കാർ മേഖലയിലോ അനുബന്ധ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾക്കും, അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുള്ള ആളുകൾക്കും ചേരാവുന്ന പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന ഈ എംപ്ലോയീസിനുള്ള പദ്ധതികളുമായിട്ട് 2 എണ്ണം ഉണ്ട്. ഇത് തന്നെ പല പല സ്കീമുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഗ്രാമപ്രിയ റൂറൽ പോസ്റ്റൽ ലൈഫിൽ എൻഡോമെന്റ് പോളിസി, കൺവെർട്ടബിൾ എൻഡോമെന്റ് പോളിസി, ഹോൾ ലൈഫ്, ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് പോളിസി, ചിൽഡ്രൻസ് പോളിസി എന്നിവയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ ഇതേപോലെയുള്ള സ്കീമുകളുണ്ട്. പദ്ധതികളുണ്ട്, ഒരുപാട് പദ്ധതികൾ ആളുകൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ പദ്ധതിക്കും അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസവും. ഇപ്പം ഹോൾ ലൈഫ് എന്ന ഒരു പദ്ധതി 50, 55, 60 വയസ്സുകളിലേക്കുള്ള സ്കീം, ആ കാലാവധി എത്തുമ്പോൾ പ്രീമിയം അടവ് പൂർത്തിയാകും. എന്നാൽ അവരുടെ അതിനുശേഷവും കൃത്യമായ ബോണസ് അവരുടെ കാലാവധിക്ക് ശേഷവും വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ മരണശേഷം അവരുടെ അവകാശിക്ക് കിട്ടുന്ന പോളിസിയാണ് ഈ ഹോൾ ലൈഫ് പോളിസി. അതുപോലെ എൻഡോമെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അത് ചേർന്നിരിക്കുന്ന ആളുകൾക്ക് മെച്യൂരിറ്റി പീരീഡിൽ മുഴുവൻ ആനുകൂല്യവും അദ്ദേഹത്തിന് തന്നെ പിൻവലിക്കുന്ന രീതിയിലുള്ള പോളിസിയാണത്. അതോടൊപ്പം അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ, മരണം സംഭവിക്കുകയാണെങ്കിൽ അതുവരെയുള്ള ആ പോളിസിയുടെ മുഴുവൻ സം മെഷേർഡ് ചേർന്നിരിക്കുന്ന തുക എത്രയാണോ അത് പ്ലസ് അതിന് അതുവരെയുള്ള ബോണസോടുകൂടി അദ്ദേഹത്തിന്റെ അവകാശിക്ക് കൊടുക്കുന്നതാണ്. ഇത് കമ്പാരിറ്റീവ്ലി പ്രീമിയം വളരെ കുറവായിരിക്കും. അതോടൊപ്പം ഹൈ ലെവലിലുള്ള ബോണസും കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് നിലവിൽ ഇന്ത്യക്കകത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതലായിട്ട് നൽകാൻ കഴിയുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളില്ല, സ്ഥാപനങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫലം ഇതിൽ ചേർന്നിരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ്. ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് ഇൻഷുറൻസ് ഏജന്റുമാരില്ലാത്തത് കൊണ്ട് ഈ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളോ ഇൻസെന്റീവോ ഒക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അതുകൂടെ ഈ ചേർന്നിരിക്കുന്ന ഗുണഭോക്താക്കളുടെ പ്രീമിയം അടവിൽ കുറവ് വരും.
നമ്മുടെ ശരിക്കും നമ്മുടെ ജനങ്ങള് കണ്ടാണ് ചെയ്യേണ്ട സാധ്യത. തീർച്ചയായിട്ടും ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സ്കീം പദ്ധതി ഇതിനകത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേരാത്തത് ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ഏജന്റുമാരുടെ ഒരു സാധ്യത അത് ഇതിനകത്ത് ഞങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ചെറിയൊരു പ്രയാസമാണ്. അതോടൊപ്പം ഇത് വലിയ രീതിയിൽ ജനങ്ങൾ ഇപ്പോൾ അറിഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഓഫീസിൽ തേടി വന്ന് PLI ചേരുന്നുണ്ട്. മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഇല്ലാത്ത ഒരു കാര്യങ്ങൾ നേട്ടം ഇതിനകത്ത് കിട്ടുമെന്ന് ബോധവാന്മാരായിട്ടുള്ള കുറെ ആളുകൾ ഇത് ചോദിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ പോസ്റ്റ് ഓഫീസിനകത്ത് അക്കൗണ്ട് നമുക്ക് തുടങ്ങാമെന്നുള്ള കാര്യം പലർക്കും അറിയാം. അതും ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസിൽ ബാങ്ക് മറ്റുള്ള ബാങ്കുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള സേവിങ്സ് സ്കീമുകളൊക്കെ നിലവിലുണ്ട്. ഒരുപാട് സ്കീമുകളുണ്ട്. ഇപ്പം നമ്മുടെ മറ്റുള്ള കുട്ടികൾക്കുള്ള സ്കീം, പെൺകുട്ടികൾക്കായിട്ടുള്ള സുകന്യ സമൃദ്ധി എന്ന ഒരു അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക്, സമ്പാദ്യശീലം വളർത്താൻ ആവശ്യമായ അക്കൗണ്ടുകൾ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എല്ലാം ഉണ്ട്. ATM പോലെയുള്ള മറ്റ് നാഷണലൈസ്ഡ് ബാങ്ക് ചെയ്യുന്ന ATM പോലുള്ള സൗകര്യങ്ങളും അതുപോലെ ATM കൗണ്ടറുകൾ അടക്കം നമ്മുടെ പോസ്റ്റ് ഓഫീസിലുണ്ട്. ഇനി ഇത് ഇവിടെയുള്ള ATM ഉപയോഗിച്ചുകൊണ്ട് ഏത് ATM കൗണ്ടർ മറ്റുള്ള ബാങ്കുകളുടെ ATM പോയാലും നമുക്ക് ആ പൈസ അവിടെ വെച്ച് വിഡ്രോ ചെയ്യാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇതും ജനങ്ങള് വളരെ കൂടുതലാണ് നിക്ഷേപിക്കുന്നത് വഴി. ജനങ്ങളിലേക്ക് ഇതുപോലെ അങ്ങനെ എത്തുന്നില്ല. പക്ഷെ എങ്കിലും നമ്മളിപ്പോൾ വീണ്ടും ഒരുപാട് മേളകളും അവയർനെസ് ഒക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ ഡെലിവറി പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫുകളെ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജീവനക്കാരെയും അക്കൗണ്ടുകൾ സമാഹരിക്കാനായിട്ടും ജനങ്ങളിലേക്ക് അവയർനെസ് എത്തിക്കാനുമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ് ഓഫീസിൽ സമീപിക്കുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം നമ്മളിപ്പോൾ ഈ സേവിങ്സ് സ്കീമിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത്തരം പദ്ധതികളെ കുറിച്ച് നമ്മുടെ ജനങ്ങൾ വേണ്ടത്ര ബോധവാന്മാരല്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പോസ്റ്റ് ഓഫീസുകളെ ആശ്രയിക്കുന്നത് കത്തിടപാടുകൾ നടത്താനോ അല്ലെങ്കിൽ കൊറിയർ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനോ ആണ്. എന്നാൽ അങ്ങനെയല്ല. ബാങ്കിങ് സംബന്ധമായ ഒരുവിധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇന്ന് നമുക്ക് നമ്മുടെ തപാൽ ഓഫീസുകൾ മുഖാന്തരം ലഭ്യമാകുന്നതാണ്. മറ്റ് ബാങ്കുകളെക്കാൾ ഉയർന്ന പലിശ നിരക്ക് പോലും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള തപാൽ ഓഫീസ് സന്ദർശിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തൊക്കെയായാലും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഇത്തരത്തിൽ ഗ്രാമപ്രിയ പോലെയുള്ള സ്കീമുകൾ നമ്മുടെ തപാൽ വകുപ്പിന്റെ ഭാഗമാണ്. എല്ലാ ജനങ്ങളും അതിൽ ഭാഗമാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.